ഗാസയിൽ ഹമാസിൻ്റെ ശക്തിയാണ് വിപുലമായ തുരങ്ക ശൃംഖല. ഇസ്രായേലിനെ വെള്ളം കുടിപ്പിച്ചതും ഇപ്പോൾ കുടിപ്പിക്കുന്നതും ഈ തുരങ്കങ്ങൾ തന്നെ. കിലോമീറ്ററുകൾ നീണ്ടുകിടക്കുന്ന ആധുനിക സൗകര്യങ്ങളൊരുക്കിയ ഈ തുരങ്കങ്ങളെക്കുറിച്ച് നിരവധി റിപ്പോർട്ടുകൾ വന്നു. ഈ തുരങ്ക ശൃംഖല നശിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് ഇസ്രായേൽ. അതിനിടെ ഗാസയിൽ ഹമാസിൻ്റെ സുപ്രധാന തുരങ്കം കണ്ടെത്തിയതായി ഇസ്രായേൽ പ്രതിരോധ സേന അറിയിച്ചു. 7 കിലോമീറ്റർ നീളവും 25 മീറ്റർ ആഴവും 80 മുറികളും അടങ്ങിയ തുരങ്കമാണ് IDF കണ്ടെത്തിയത്. ഇതിൻ്റെ ദൃശ്യങ്ങൾ IDF എക്സിൽ പങ്കുവച്ചിട്ടുണ്ട്. 2014 ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ കൊല്ലപ്പെട്ട ഇസ്രായേൽ സൈനികൻ ഹദർ ഗോൾഡിൻ്റെ മൃതദേഹം സൂക്ഷിച്ചിരുന്നത് ഈ തുരങ്കത്തിലായിരുന്നുവെന്നാണ് ഇസ്രായേൽ സൈന്യം പറയുന്നത്. ഈ മാസം ആദ്യമാണ് ഗോൾഡിൻ്റെ മൃതദേഹാവശിഷ്ടങ്ങൾ ഇസ്രായേലിന് കൈമാറിയത്. ആയുധങ്ങൾ സൂക്ഷിക്കാനും ആക്രമണങ്ങൾ ആസൂത്രണം ചെയ്യാനും ഈ തുരങ്കം ഹമാസ് ഉപയോഗിക്കുന്നുവെന്ന് IDF പറഞ്ഞു. ഹമാസിൻ്റെ സുരക്ഷിതമായ ഒളിത്താവളവുമാണ് ഈ തുരങ്കമെന്ന് IDF വ്യക്തമാക്കുന്നു. ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഇടങ്ങൾ, പള്ളികൾ, ക്ലിനിക്കുകൾ, കളിസ്ഥലങ്ങൾ തുടങ്ങിയവയിലൂടെയാണ് ഈ തുരങ്കം കടന്നുപോകുന്നതെന്ന് IDF എക്സിൽ കുറിച്ചു. 7 കിലോമീറ്റർ നീളത്തിലാണ് തുരങ്കം. ഇതിൽ 80 മുറികളുണ്ട്. 25 മീറ്റർ ആഴത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇസ്രായേലിൻ്റെ നാവികസേനയും എഞ്ചിനീയറിംഗ് സംഘവും ചേർന്നാണ് തുരങ്കം കണ്ടെത്തിയത്. അതിനിടെ വെടിനിർത്തൽ കരാർ കാറ്റിൽ പറത്തി ഗാസയിൽ ഇസ്രായേൽ ആക്രമണം തുടരുകയാണ്. വ്യാഴാഴ്ച ഗാസയിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഹമാസിൻ്റെ നാവികസേനാ മേധാവി കൊല്ലപ്പെട്ടു. ഒപ്പം മറ്റൊരു ഹമാസ് സൈനികനും ജീവൻ നഷ്ടപ്പെട്ടു. ഇസ്രായേൽ സൈന്യവും ഷിൻബെറ്റ് സുരക്ഷാ ഏജൻസിയുമാണ് ഹമാസ് സൈനികർ കൊല്ലപ്പെട്ട വിവരം പ്രഖ്യാപിച്ചത്. ഇസ്രായേൽ സൈനികർക്കെതിരായ ആക്രമണത്തിന് മറുപടിയായി നടത്തിയ ആക്രമണത്തിലാണ് ഇവർ കൊല്ലപ്പെട്ടതെന്നാണ് IDF പറയുന്നത്. ഹമാസിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങൾ ലക്ഷ്യമിട്ട് ഇസ്രായേൽ കൂടുതൽ വ്യോമാക്രമണങ്ങൾ നടത്തിയിരുന്നു. പിന്നാലെയാണ് ഈ പ്രഖ്യാപനം വന്നത്. വ്യോമാക്രമണത്തിൽ 5 പേരാണ് കൊല്ലപ്പെട്ടത്. IDF നിയന്ത്രണത്തിലുള്ള പ്രദേശത്തേക്ക് ഹമാസ് പോരാളികൾ കടന്നെന്നും തുടർന്നാണ് ആക്രമണം നടത്തിയെന്നുമാണ് ഇസ്രായേലിൻ്റെ അവകാശവാദം. പ്രധാന മധ്യസ്ഥ രാഷ്ട്രമായ ഖത്തർ സമീപകാല ആക്രമണങ്ങൾക്ക് ഇസ്രായേലിനെ കുറ്റപ്പെടുത്തി. വെടിനിർത്തൽ കരാറിന് ഭീഷണിയാണ് ഈ ആക്രമണങ്ങളെന്നും ഖത്തർ പറയുന്നു. ബുധനാഴ്ച തെക്കൻ ഗാസയിലെ ഖാൻ യൂനിസ് പ്രദേശത്ത് നിലയുറപ്പിച്ച ഇസ്രായേൽ സൈന്യത്തിനെതിരെ ഹമാസ് വെടിയുതിർത്തു. ആക്രമണത്തിൽ ആർക്കും പരിക്കേറ്റിട്ടില്ല. മറുപടിയായി ഇസ്രായേൽ പ്രതിരോധ സേന ഹമാസ് ലക്ഷ്യങ്ങളിൽ തുടർച്ചയായി ആക്രമണം നടത്തി. ഈ ആക്രമണങ്ങളിലാണ് ഹമാസ് നാവികസേനാ മേധാവി അബ്ദുള്ള അബു ഷമലയും ഫാദി അബു മുസ്തഫയും കൊല്ലപ്പെട്ടതെന്ന് IDFും ഷിൻബെറ്റും പറഞ്ഞു. ഇസ്രായേലുകാരെ ഗാസയിൽ ബന്ദികളാക്കിയ ആക്രമണത്തിൽ പങ്കെടുത്തയാളാണ് ഫാദി അബു മുസ്തഫയെന്ന് IDF പറഞ്ഞു. വർഷങ്ങളായി ഹമാസിൻ്റെ നാവികസേനയിൽ വിവിധ സ്ഥാനങ്ങൾ വഹിച്ചിരുന്ന മുതിർന്ന ഹമാസ് കമാൻഡറായിരുന്നു അബു ഷമല.